ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിശ്വരൂപം കെട്ടുന്ന ഒരു വഴിപാടുണ്ട്. പലരും ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ കൂടെ ആ വഴിപാട് നടത്തി കഴിഞ്ഞാൽ മോക്ഷം കൂടെ ലഭിക്കുമെന്ന് പറയാറുണ്ട് കേട്ടോ. അതിന് പുറകിലുള്ള ഒരു കഥയാണ് പറയാൻ പോകുന്നത്. പൗണ്ഡ്രക വാസുദേവ് എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഈ ബലൂൺ ഊതി വീർപ്പിക്കുന്ന പോലെ ആരെങ്കിലുമൊക്കെ സ്തുതി പാടിക്കഴിഞ്ഞാൽ വലിയൊരാളാകും. അങ്ങനെ കാശി രാജാവും അവിടെയുള്ള എല്ലാവരും കൂടിയിട്ട് ഇദ്ദേഹമാണ് യഥാർത്ഥ വാസുദേവൻ, ദ്വാരകയിലുള്ളത് യഥാർത്ഥ വാസുദേവൻ അല്ല എന്ന് ഈ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ രാജാവിനും തോന്നി തുടങ്ങി. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു, ഒരു ദൂതനെ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് പറഞ്ഞു, ദ്വാരകയിലുള്ള ഭഗവാൻ അത് യഥാർത്ഥ വാസുദേവനല്ല, ഞാനാണ് പൗണ്ഡ്രക വാസുദേവൻ, പി വാസുദേവനാണ് യഥാർത്ഥ വാസുദേവൻ. അതുകൊണ്ട് അങ്ങയുടെ എല്ലാ വസ്തുക്കളും, ശംഖ് ചക്രം ഗദ പത്മം മുതലായ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും എനിക്ക് നൽകേണ്ടതാണ്, അല്ലെങ്കിൽ ഞാനുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ദൂതനെ പറഞ്ഞയച്ചു. ഭഗവാൻ ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ട് ചിരിയൊക്കെ വന്നു. എന്നാലും ഭഗവാൻ പറഞ്ഞു, കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം, രാജാവിൻ്റെ അടുത്ത് പോയി പറയുന്നു പറഞ്ഞു. അങ്ങനെ ഈ ദൂതൻ വന്നിട്ട് പി വാസുദേവന്റെ അടുത്ത് വന്ന് പറയാണ്, ഭഗവാന്റെ ആ ഒരു രൂപം വർണ്ണിക്കുകയാണ്. ഭഗവാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് കറുപ്പ് നിറാണ്, കിരീടം അണിഞ്ഞിട്ടുണ്ട്, അതിൽ മയിൽപ്പീലിയുണ്ട്, മനമാല അണിഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ആടയാഭരണങ്ങളും മകരകുണ്ടലങ്ങളുണ്ട്, പിന്നെ പീതാംബരപ്പട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭഗവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഉയർന്നു വരുന്ന 4 കൈകളുണ്ട് ഭഗവാനെ. അത് കൂടാതെ മാറിലെ ശ്രീവത്സം എന്ന് പറഞ്ഞിട്ട് ഒരു മാർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ രാജാവിന് പറഞ്ഞു കൊടുത്തപ്പോൾ രാജാവ് ഭഗവാന്റെ അതേ വേഷം കെട്ടുകയാണ്. ഭഗവാന്റെ നിറത്തിലുള്ള ആ ഒരു ചായങ്ങളൊക്കെ പൂശുക, ശിരസ്സിൽ മയിൽപ്പീലിയൊക്കെ വെച്ചിട്ട് ഭഗവാന്റെ അതേ ആടയാഭരണങ്ങൾ, പിന്നെ 4 കൈകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വേഗം മരപ്പണിക്കാരനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് 2 കൈ എക്സ്ട്രാ ഫിറ്റിങ്, അത് കാലിങ്ങനെ വലിക്കുമ്പോൾ ഉയർന്നു വരുന്ന രീതിയിൽ കൈകളൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചു. അത് കൂടാതെ ഭൃഗുവിൻ്റെ പാദമാണ് മാറിൽ മറുകായിട്ട് കിടക്കണമെന്ന് പറഞ്ഞപ്പോഴേ അതേപോലെ തന്നെ ഒരു പാദം ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അത് തീയിലിട്ട് ചുട്ട് പഴിപ്പിച്ചിട്ട് നെഞ്ചത്തെ വെച്ചു, പൊള്ളിച്ചു. ഇതൊന്നും പോകാൻ പാടില്ലല്ലോ. അങ്ങനെ ശരിക്കും ഭഗവാന്റെ അതേ സ്വരൂപത്തിലായി. ഭഗവാൻ നടക്കുന്ന പോലെ നടക്കും, ഇരിക്കുന്ന പോലെ ഇരിക്കും, ചിരിക്കുന്ന പോലെ ചിരിക്കും. ഇതൊക്കെ ഭഗവാന്റെ പോലെ. അങ്ങനെ ഒരു ദിവസം ഭഗവാൻ വന്നു കേട്ടോ. പറഞ്ഞ പോലെ വേഗം രാജാവ് ഭഗവാനെ സ്വീകരിക്കാനായിട്ട് വരിക. അവിടെ എത്തിയപ്പോൾ ഈ കാലുകൊണ്ട് ചരട് വലിച്ചപ്പോൾ 4 കൈകളൊക്കെ ഉയർന്നു വന്നിട്ട് ഭഗവാൻ ചിരിയോട് ചിരി. എന്നിട്ട് പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലായിരുന്നു, ഇതൊക്കെ കൃത്രിമാണെന്ന് മനസ്സിലായി എന്നാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. ഈ ഉത്തരിയൊക്കെ നേരെ ഉണ്ടിട്ട് രാജാവ്, ഈ ഭഗവാൻ മാത്രമല്ല തനിക്കുണ്ട് ഈ മറുക്, കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, ഞാനിതെല്ലാം ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഈ ചക്രം പിടിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ രാജാവിനുണ്ടോ ചക്രം പിടിക്കാനായിട്ട് സാധിക്കണു? ചക്രത്തിന് മനസ്സിലായി. ചക്രം വേഗം പോയിട്ട് രാജാവിൻ്റെ തല കൊയ്തിട്ട് വന്നു. അപ്പോൾ എന്തായി, ഭഗവാൻ ഈ രാജാവിനെ മോക്ഷം നൽകി. ഭഗവാന്റെ പോലെ തന്നെ ഭഗവാനാകാനുള്ള ഒരു തിടുക്കാണ് ഈ രാജാവിന് ഉണ്ടായിരുന്നത്. ഭഗവാന്റെ അതേ സ്വരൂപത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതേ സ്വരൂപത്തിൽ തന്നെ ഭഗവാൻ ഇദ്ദേഹത്തിന് മോക്ഷം നൽകി, സാരൂപ്യമുക്തി. അപ്പോൾ നമ്മൾ ഈ വിശ്വരൂപം കെട്ടിയിട്ട് ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോഴേ ഭഗവാൻ ഈ കഥയൊക്കെ ഓർമ്മ വരും ഇത്രേ. അപ്പോൾ ഇത് ഈ രാജാവിനെ മോക്ഷം നൽകിയതുപോലെ ഭഗവാനും വിശ്വരൂപം വഴിപാട് നടത്തുന്നവർക്ക് മോക്ഷം നൽകുന്നതാണ് ഈ കഥയിലൂടെ പറയുന്നത്.